എന്തെങ്കിലും ഒരു പടം കണ്ടിട്ട് ഈ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു പോയ എന്തെങ്കിലും പടങ്ങൾ? ഒരുപാട് സിനിമകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ അയ്യോ ഇത് നമുക്ക് ചെയ്യാമായിരുന്നല്ലോ ഈ കഥ എന്ന്. പക്ഷെ ഇങ്ങനെയല്ല, ഈ കഥ നമുക്ക് ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് എനിക്ക് ഈ കഥ, എൻ്റെ മനസ്സിൽ ഈ കഥ അതെന്തിനാ അവര് നശിപ്പിച്ചതുകൊണ്ടാണോ? അല്ല അല്ല അല്ല, ആസ്വദിച്ചതുകൊണ്ടാണ്. തോന്നിയത് എന്തെങ്കിലും പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ മാമാട്ടുകുട്ടിയമ്മ എന്ന് പറയുന്ന സിനിമ അന്ന് ഞങ്ങളൊക്കെ കഥ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന സമയമാണ്. ആ സിനിമ കണ്ടിട്ട് ആ കൊച്ചു കഥ എന്ത് ഭംഗിയായിട്ടാണ് ആ കഥ പറഞ്ഞു വന്നിരിക്കുന്നത്. അതുപോലെ പിന്നെ കിരീടം എന്ന് പറയുന്ന സിനിമ, കിരീടം എൻ്റെ സിനിമയുടെ ഒരു സ്റ്റൈലുള്ള സിനിമയല്ല. പക്ഷെ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഒരുപാട് മനസ്സിൽ ഇങ്ങനെ ഒരു ഭാരം തോന്നി. ഇതുപോലെ ഇങ്ങനെ ഒരു കഥയും ഇങ്ങനെ ഒരു സിനിമ, അന്നും ഞാൻ സംവിധായകനല്ല, ഒരു സിനിമ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കും. അങ്ങനെ പല പല സിനിമകൾ നോക്കത്താ ദൂരത്ത് കാണുന്നുണ്ട്. അതിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ അങ്ങനെ ആക്ച്വലി എൻ്റെ സ്റ്റൈൽ പടം അല്ലാത്ത പടം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പോൾ ചോദിക്കുകയാണ്, ഈ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തില്ലേ? ഒരു കോമഡി ഫിലിംസ് മാത്രം ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തില്ലേ? അത് വിട്ട് മാറാനുള്ള എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? അങ്ങനെ ഞാൻ അത് എനിക്ക് വരണം. ഇപ്പൊ ഞാൻ ബലം പ്രയോഗിച്ച് ഞാനൊന്ന് മാറാമെന്ന് ശ്രമിക്കണം, നാച്ചുറലായിട്ട് വരണം. എനിക്ക് അങ്ങനെ ഒരു കഥയാണ് വരുന്നതെങ്കിൽ, എനിക്കതാണ് ഇപ്പൊ ചെയ്യാനായിട്ട് തോന്നുന്നതെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്യും. അല്ലാതെ ഇനി ഞാനൊരു സീരിയസ് സിനിമ ആയിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഒരു തമാശ സിനിമ എടുക്കാമെന്ന് പറഞ്ഞിട്ടും അല്ല ഞാൻ സിനിമ തുടങ്ങി. രാവിലെ എണീറ്റ് കുളിച്ചിട്ട് ഇന്ന് ഞാൻ സീരിയസ് അങ്ങനെ ആകാൻ പറ്റില്ലല്ലോ. നമുക്ക് തമാശ സിനിമകൾ എടുക്കാം, ഇന്നൊരു കോമഡി സിനിമയ്ക്ക് ഒരു സീൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടില്ല. ഒരു കഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു സ്പാർക്കാണ് നമുക്ക് ആദ്യം തുടങ്ങുക അല്ലേ. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ എൻ്റെതായ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് ഹ്യൂമറസ് ആയി പോകുന്നു. അത് എൻ്റെ പ്ലസ്സോ മൈനസോ എന്തായാലും അതാണ്. ഇതുവരെ പ്ലസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പിന്നെ എന്തിനാ അത് ഉപേക്ഷിക്കണം? പിന്നെ എൻ്റെ സിനിമ പോലെ സിനിമ എടുക്കാൻ വേറെ ആളില്ല. പിന്നെ എന്ത്, ഞാൻ മറ്റുള്ളവരെടുക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പോകണം. എനിക്ക് എൻ്റെതായ രീതിയിൽ പോകാമല്ലോ. അതിന് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ്. എത്രയോ ഹീറോസ് വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പും കൂടി എത്രയോ ഹീറോസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഹീറോസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് ഒരു ഡയറക്ഷൻ സെൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടോ? ഇവർ ഡെഫിനറ്റ്ലി ദേ വിൽ ബിക്കം എ ഡയറക്ടർ എന്ന് തോന്നിയിട്ടുള്ള ആർട്ടിസ്റ്റ് പലരും നമ്മളെ അങ്ങനെ പ്രകടിപ്പിക്കില്ല. ഇപ്പോൾ നമ്മുടെ നല്ല ബുദ്ധിയുള്ള ആർട്ടിസ്റ്റുകൾ ഒരിക്കലും അവർ ഈ ഡയറക്ടർ വർക്കിൽ ഇൻവോൾവ് ചെയ്യില്ല. നമുക്ക് അറിയാം, അവർ വളരെ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ചില സമയത്ത് ഒന്ന് ചോദിക്കും, എന്തിനാ ഇങ്ങനെ വെക്കുന്നത്, അങ്ങനെ വെച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളതിന് കറക്റ്റ് ആൻസർ പറയും. അല്ല, അങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് ഓഡിയൻസിന് കിട്ടുക, നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വളരെ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾപ്പെട്ടാണ്. മമ്മൂക്ക അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, മോഹൻലാൽ ഒബ്സർവ് ചെയ്യുന്ന ആൾ. പക്ഷേ ഇവരെക്കാളും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഡയറക്ടർ ആകും എന്ന് ഞാൻ തോന്നിയിട്ടുള്ളത്, വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ജഗദീഷ് ചിലപ്പോൾ ഡയറക്ടർ ആകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ജഗദീഷ് എന്തോ ഡയറക്ടർ ആയിട്ടില്ല. അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ ആദ്യം ഒരു റൈറ്റല്ലേ ജഗദീഷ് വന്നത്. പ്രൊമോഷൻ ഷുഡ് ഹാവ് ബീൻ എ ഡയറക്ടർ. അതെ അതെ, നല്ല ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം ഡയറക്ടർ. ഒരുപാട് ഒരു ക്രൂ രാവിലെ നിൽക്കുകയല്ലേ ഇയാൾ വരാൻ വേണ്ടിയിട്ട്. എല്ലാവരും വെയിറ്റ്, നമ്മൾ എന്താ ടിഫിൻ എന്നാ പറയാല്ലേ സിനിമയുടെ ഭാഷ, ടിഫിനും കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്, എവിടെയാണ് ലൈറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു ഡിസിഷൻ, ഇയാളുടെ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു ഹോൾ ക്രൂ വെയിറ്റ് ചെയ്യാണ്. അതൊരു ഭയങ്കര ടെൻഷനാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് പുറത്ത് നമ്മൾ കാണിക്കാനും പാടില്ല, ഇയാൾക്കൊന്നും അറിയില്ല എന്ന് അവർ. ആദ്യത്തെ ദിവസം എന്തായിരുന്നു ഡയറക്റ്റ് ചെയ്യാൻ വന്നപ്പോൾ? ഫസ്റ്റ് പടം ഡയറക്റ്റ് ചെയ്യാൻ വരും, അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. ഫസ്റ്റ് ഷോട്ട് ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. ഉദയ സ്റ്റുഡിയോയിൽ ഒരു മുൻപിൽ തന്നെ, ഉദയ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ, മുമ്പിൽ തന്നെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെയായിരുന്നു പൂജാ ഷോട്ട്. പൂജാ ഷോട്ട് വളരെ 1-2 ഷോട്ട്, വളരെ ഒരു ടെൻഷൻ ഉണ്ട്. അത് കുറേ ഗസ്റ്റും ഒക്കെ ഉണ്ട്, അത് വളരെ പെട്ടെന്ന് എടുത്ത് തീർത്തു. ഉച്ചയ്ക്ക് ശേഷമാണ് ഉർവശി തിയേറ്റേഴ്സ്, അതായത് റാംജി റാവുവിൻ്റെ മെയിൻ തീം സ്ഥലമായിട്ടുള്ള ഉർവശി തിയേറ്റേഴ്സിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ, ക്യാമറാമാൻ വേണു, ലാൽ, ഞങ്ങൾ 3 പേരും ഒരു കാറിൽ പോകുന്നത്. ഡ്രൈവർ കാർ ഡ്രൈവ് ചെയ്യുന്നു, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെ ഇടി എനിക്ക് ചവിട്ടിൽ കേൾക്കാം, ഡിപ്പ് 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 ഡിപ്പ്. കാരണം പോയിട്ട് എങ്ങനെയാണ് ഷോട്ട് എടുക്കുക, ഏത് സീൻ എടുക്കേണ്ട സീൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ട്, അതിൽ നിന്ന് സെക്കൻഡ് ഷോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ടോട്ടൽ ബ്ലാങ്കാണ്. അതേ സമയത്ത് ലാലും ഈ വേണുവും കൂടി ഇങ്ങനെ, വേണു ഫ്രണ്ടിൽ ഇരുന്നിട്ട് തിരിഞ്ഞ്
ഇങ്ങോട്ട് ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തോക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ലാൽ അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ ടോട്ടൽ ബ്ലാങ്കാണ്. ഞാനിങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ എനിക്ക് ടെൻഷനാണ്, എൻ്റെ കൈയൊക്കെ തണുത്ത്. അവസാനം ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയാകാം എന്ന് വെച്ചിട്ട് അതൊരു നാച്ചുറൽ ഫ്ലോ ആയി അങ്ങനെ വന്നു. അങ്ങനെ അങ്ങ് വന്നു, ഇങ്ങനെയാണ് ഫസ്റ്റ് ഷോട്ട്, ഇങ്ങനെയാണ് സെക്കൻഡ് ഷോട്ട്, ഇങ്ങനെയാണെന്ന് ടോട്ടൽ പ്ലാൻ ചെയ്ത്. അപ്പോൾ അവരൊക്കെ ഓക്കെ, എല്ലാവരും ഹാപ്പി, എല്ലാവരും നമ്മൾ കൺസീവ് ചെയ്തത് ശരിയാണ്. തൽക്കാലം ഒഴിഞ്ഞു പോയല്ലോ, എല്ലാവരും പണിക്ക് പോയല്ലോ. പിന്നെ നമുക്കിരുന്ന് ആലോചിക്കാം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ. ആദ്യം ഇവർക്ക് പണി കൊടുക്കും, ഈ ഭൂതം നിൽക്കുന്ന പോലെയാണ്. ഇനി എന്തെന്ന് ചോദിച്ചിട്ട് ഇവർ നിൽക്കല്ലേ. നമ്മളൊരു ഷോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആണ്. മാറി നിന്നിട്ട് ഇനി ഈ ഭൂതം വരുമല്ലോ, അടുത്ത ഷോട്ടും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഷോട്ട് എന്തായിരിക്കും. ആ ഒരു ടെൻഷൻ അന്ന് ഞാൻ അനുഭവിച്ചു. പക്ഷെ ഇന്ന് എനിക്കത് അത്ര ഇല്ല. കാരണം ഇന്ന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, സക്സസിന്റെ ഒരു ശക്തി ഉണ്ട്. എന്നാലും ആ ഒരു ഇന്നസെൻസ് അന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സിൻസിയർ ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവും. ലാലിനോട് ഞാൻ ചോദിച്ചപ്പോൾ ലാൽ അത് അറിയാതിരിക്കാനാണ് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഇങ്ങനെ മിണ്ടാതെ, ഇവർ തമാശയൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ടോട്ടൽ ബ്ലാങ്ക് ആണ്. ശരി.